ഹായ് ഫ്രണ്ട്സ്, ജേസാ സവാൽ വൈസാ ജവാബ്. ചോദ്യം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഉത്തരവും. बादशाह अकबर अपने मंत्री बीरबल को बहुत पसंद करता था. बीरबल की बुद्धि के आगे बड़े बड़े की भी कुछ नहीं चल पाती थी. इसी कारण कुछ दरबारी बीरबल से जलते थे. वे बीरबल को मुसीबत में फंसाने के तरीके सोचते रहते थे. बादशाह अकबर अपने मंत्री बीरबल को बहुत पसंद करता था. അക്ബർ രാജാവിന് തൻ്റെ മന്ത്രിയായിരുന്ന ബീർബലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബീർബൽ കി ബുദ്ധി കെ ആകെ ബഡേ ബഡേ കി ബി കുച്ച് നഹി ചൽ പാത്തി തി. ബീർബലിൻ്റെ ബുദ്ധിക്ക് മുന്നിൽ വലിയ വലിയ കാര്യങ്ങൾ പോലും നിസ്സാരമായിരുന്നു. ഇസി കാരൻ കുച്ച് ദർബാരി ബീർബൽ സെ ജൽത്തെ ഥേ. ഇതുകൊണ്ട് തന്നെ ചില ദർബാറിലുള്ള ആളുകൾ ബീർബലിനോട് അസൂയാലുക്കളായിരുന്നു. വേ ബീർബൽ കോ മുസീബത്ത് മേ ഫസാനെ കെ തരീക്കെ സോച്ച്തേ രഹത്തെ ഥേ. അവർ ബീർബലിനെ ബുദ്ധിമുട്ടിൽ അകപ്പെടുത്താനായിട്ടുള്ള മാർഗങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നു. അക്ബർ के एक खास दरबारी ख्वाजा सरा को अपनी विद्या और बुद्धि पर बहुत अभिमान था. बीरबल को तो वे अपने सामने निरा बालक और मूर्ख समझते थे, लेकिन अपने ही मानने से तो कुछ होता नहीं. दरबार में बीरबल की ही तूती बोलती और ख्वाजा साहिब की बात ऐसी लगती थी जैसे नक्कारखाने में तूती की आवाज़. ख्वाजा साहिब की चलती तो वे बीरबल को हिंदुस्तान से निकलवा देते, लेकिन निकलवाते कैसे? अकबर के एक खास दरबारी ख्वाजा सरा को अपनी विद्या और बुद्धि पर बहुत अभिमान था. അക്ബറിൻ്റെ തന്നെ മറ്റൊരു സ്പെഷ്യലായിട്ടുള്ള ദർബാരിയായിരുന്ന പ്രമുഖ പണ്ഡിതനായിരുന്ന ഖാജ സരാക്കോ അപ്പനി വിദ്യ ഓർ ബുദ്ധി പർ ബഹുത് അഭിമാൻ ത. ഖാജ സരായ്ക്ക് തൻ്റെ വിദ്യയിലും ബുദ്ധിയിലും വളരെ അഭിമാനമുണ്ടായിരുന്നു. ബീർബൽ കോ തോവേ അപ്പനെ സാമനെ നിരാ ബാലക് ഓർ മൂർഖ് സമജ്തേ ഥേ. ബീർബലിനെ അദ്ദേഹത്തിന് മുന്നിൽ ചെറിയൊരു ബാലകനായിട്ടും വിഡ്ഢിയായിട്ടുമാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. ലേക്കിൻ അപ്നെ ഹി മാനനെ സേ തോ കുച്ച് ഹോത്താ നഹി. എന്നാൽ അദ്ദേഹം തന്നെ അത് വിചാരിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ലല്ലോ. ദർബാർ മേ ബീർബൽ കി ഹി തൂതി ബോൾത്തി. ദർബാറിൽ ബീർബലിനെ കുറിച്ചുള്ള സ്തുതികൾ മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർ ഖാജ സാഹിബ് കി ബാത് ഏസി ലഗ്തി തി ജൈസി നക്കാർഖാനെ മേ തൂതി കി ആവാസ്. അതുപോലെ ഖാജ സാഹിബിൻ്റെ ശബ്ദം വെറും കാർപ്പൻ്റർമാർ ഉണ്ടാക്കുന്ന ശബ്ദം പോലെ, ആശാരിമാരുണ്ടാക്കുന്ന ശബ്ദം പോലെ മാത്രമായിരുന്നു സദസ്സിലുള്ളവർ കരുതിയിട്ടുണ്ടായിരുന്നത്. ഖാജ സാഹിബ് കി ചൽത്തി തോ വേ ബീർബൽ കോ ഹിന്ദുസ്ഥാൻ സെ നിക്കൽവാ ദേത്തെ, ലേക്കിൻ നിക്കൽവാത്തെ കേസെ. ഖാജ സാഹിബിനായിരുന്നു അധികാരമുണ്ടായിരുന്നത് എങ്കിൽ ബീർബലിനെ അദ്ദേഹം ഹിന്ദുസ്ഥാനിൽ നിന്ന് തന്നെ പറഞ്ഞയക്കുമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് പറഞ്ഞയക്കുക? एक दिन ख्वाजा ने बीरबल को मूर्ख साबित करने के लिए बहुत सोच विचार कर कुछ मुश्किल प्रश्न सोच लिए. उन्हें विश्वास था कि बादशाह को उन प्रश्नों को सुनकर बीरबल के चक्के छूट जाएंगे और वह लाख कोशिश करके भी संतोषजनक उत्तर नहीं दे पाएंगे. फिर बादशाह मान लेगा कि ख्वाजा सरा के आगे बीरबल कुछ नहीं है. एक दिन ख्वाजा ने बीरबल को मूर्ख साबित करने के लिए, ഒരു ദിവസം ഖ്വാജ ബീർബൽ വിഡ്ഢിയാണ് എന്ന് തെളിയിക്കാനായി ബഹുത് സോച്ച് വിചാർ കർ, ഒരുപാട് ചിന്തിച്ചാലോചിച്ച് കുച്ച് മുഷ്കിൽ പ്രശ്ന സോച്ച് ലി, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ആലോചിച്ചുണ്ടാക്കി. उन्हें विश्वास था कि बादशाह के उन प्रश्नों को सुनकर बीरबल के चक्के छूट जाएंगे और वह लाख कोशिश करके भी संतोषजनक उत्तर नहीं दे पाएंगे. ഖ്വാജ സരയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തായിരുന്നു? രാജാവിൻ്റെ ഈ ചോദ്യങ്ങൾ കേട്ടാൽ ബീർബലിന് തീർച്ചയായും കൺഫ്യൂഷൻ ആവുകയും അദ്ദേഹം എത്ര ശ്രമിച്ചാലും തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ കഴിയുകയില്ല എന്നും ഖ്വാജ സരയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ഫിർ ബാദ്ഷാ മാൻ ലേഗ കി ഖ്വാജ സര കെ ആകെ ബീർബൽ കുച്ച് നഹി ഹെ. പിന്നീട് രാജാവ് സമ്മതിക്കും. എന്താണ് സമ്മതിക്കുക? ഖ്വാജ സരായ്ക്ക് മുന്നിൽ ബീർബൽ ഒന്നുമല്ല എന്ന് രാജാവ് സമ്മതിക്കും. ഖ്വാജ സാഹബ് അച്കൻ പഗടി പഹൻകർ धाड़ी सहलाते हुए अकबर के पास पहुँचे और सिर झुकाकर बोले. ഖാജ സാഹിബ് അവരുടെ ആ നീളമുള്ള ഡ്രസ്സും തലയിൽ
തലയിലിടുന്ന തലപ്പാവുമെല്ലാം ചുറ്റിക്കൊണ്ട് താടിയും തടവി അക്ബറിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ബീർബൽ ബഡാ ബുദ്ധിമാൻ ബൻതാ ഹെ. ബീർബൽ വലിയ ബുദ്ധിമാനായിത്തീരുന്നു. ആപ് ബി ഉസ്കി ലംബി ചൗടി ബാത്തോം കെ ധോക്കെ മേ ആ ജാത്താ ഹെ. അങ്ങും അദ്ദേഹത്തിൻ്റെ ദീർഘവും വിശാലവുമായ സംസാരത്താൽ വഞ്ചിക്കപ്പെടുന്നു. മേ ചാഹത്താ ഹൂം കി आप मेरी 3 सवालों को जवाब पूछकर उसके दिमाग की गहराई नाप लो. ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് എൻ്റെ 3 ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ അളക്കണം എന്ന്. ഉസ് നഖ്ലി അക്കൽ ബഹദൂർ കി കലി ഖുൽ ജായേങ്കി. ആ വ്യാജ ജ്ഞാന രാജാവിൻ്റെ സത്യങ്ങളെല്ലാം തുറക്കപ്പെടും. ख्वाजा के अनुरोध करने पर अकबर ने बीरबल को बुलाया. ख्वाജയുടെ അഭ്യർത്ഥന മാനിച്ച് അക്ബർ രാജാവ് ബീർബലിനെ അങ്ങോട്ട് വിളിച്ചു. और उसने कहा, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബീർബൽ പരംജ്ഞാനി ഖ്വാജ സാഹബ് തുംസെ 3 പ്രശ്ന പൂച്ഛന ചാഹത്തെ ഹെ. പരമമായ ജ്ഞാനമുള്ള ഖ്വാജ സാഹിബ് നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ക്യാ തും ഉൻകെ ഉത്തർ ദേ സക്കേംഗെ. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ കഴിയുമോ? ബീർബൽ ബോലെ, ജഹാപ്ന ജറൂർ ദൂങ്ക, ഖുഷി സെ പൂച്ചോ. ബീർബൽ പറഞ്ഞു, മഹാരാജാവേ, തീർച്ചയായും നൽകും, സന്തോഷത്തോടുകൂടി ചോദിക്കൂ. ख्वाजा साहब ने अपने 3 सवाल लिखकर बादशाह को दे दिए. ख्वाजा സാഹിബ് തൻ്റെ 3 ചോദ്യങ്ങൾ എഴുതി अकबर രാജാവിനു നൽകി. अकबर ने बीरबल से ख्वाजा का पहला प्रश्न पूछा. अकबर ബീർബലിനോട് ഖ്വാജയുടെ ആദ്യത്തെ ചോദ്യം ചോദിച്ചു. संसार का केंद्र कहाँ है. ലോകത്തിൻ്റെ കേന്ദ്രം, അതായത് സെന്റർ എവിടെയാണ്? ബീർബൽ ने तुरंत जमीन पर अपनी छड़ी गाड़ कर उत्तर दिया. ബീർബൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വടി തറയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, യഹി സ്ഥാൻ ചാരോം ഓർ സെ ദുനിയാ കെ ബീച്ചോം ബീച്ച് പടുത്ത ഹെ. ഈ സ്ഥലമാണ് ലോകത്തുള്ള നാനാഭാഗത്തിൻ്റെയും നടുവിലായി കിടക്കുന്നത്. യദി ഖ്വാജ സാഹബ് को विश्वास न हो तो वे फित्ते से सारी दुनिया को नाप कर दिखा दे कि मेरी बात गलत है. അഥവാ ഖ്വാജ സാഹിബിന് ഞാൻ ഈ പറഞ്ഞത് വിശ്വാസമില്ല എങ്കിൽ അദ്ദേഹം ഒരു നൂല് വെച്ച് ഈ ലോകം മുഴുവൻ അളന്നെടുത്ത് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് കാണിക്കട്ടെ. അക്ബർ ने दूसरा प्रश्न किया, ആകാശ് में कितना तारोം है. അക്ബർ അടുത്ത ചോദ്യം ചോദിച്ചു, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? ബീർബൽ ने एक बेड मंगवाकर कहा. ബീർബൽ ഒരു ഷീപ്പിനെ, ഒരു ചെമ്മരിയാടിനെ കൊണ്ടുവന്ന് പറഞ്ഞു, इस पेड़ के शरीर में जितने बाल है उतने ही तारो ആസ്മാൻ മേ ഹെ. ഈ ആടിൻ്റെ ദേഹത്ത് എത്ര മുടികളുണ്ടോ അത്ര തന്നെ നക്ഷത്രങ്ങളും ആകാശത്തുണ്ട്. ख्वाजा साहब को इसमें संदेह है तो वे बालों को गिनकर तारों की संख्या से तुलना कर लो. ख्वाजा സാഹിബിന് ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹം മുടികളെല്ലാം എണ്ണിയെടുത്ത് താരത്തിൻ്റെ എണ്ണവുമായി തുലനം ചെയ്തു നോക്കട്ടെ. अब अकबर ने तीसरा सवाल किया. പിന്നീട് അക്ബർ 3ാമത്തെ ചോദ്യം ചോദിച്ചു. संसार की आबादी कितना है. ലോകത്തിന്റെ പോപ്പുലേഷൻ, ജനസംഖ്യ എത്രയാണ്? ബീർബൽ ने कहा, जहापना संसार की आबादी पल पल पर घटती बढ़ती रहती है. ബീർബൽ പറഞ്ഞു, മഹാരാജാവേ, ലോകത്തിന്റെ ജനസംഖ്യ, പോപ്പുലേഷൻ ഓരോ നിമിഷവും കുറഞ്ഞും കൂടിയും കൊണ്ടിരിക്കുകയാണ്. क्योंकि हर पल लोगों का मरना जीना लगा ही रहता है. കാരണം ഓരോ നിമിഷവും ലോകത്തുള്ളവർ മരിച്ചും ജനിച്ചും കൊണ്ടിരിക്കുകയാണ്. इसीलिए यदि सभी लोगों को एक जगह इकट्ठा किया गए तभी उनको गिनकर ठीक ठीक संख्या बताई जा सकती है. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഒരു സ്ഥലത്തേക്ക് ശേഖരിക്കുകയാണെങ്കിൽ, അതായത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എല്ലാവരെയും കറക്റ്റായിട്ട് എണ്ണിയെടുത്ത് സംഖ്യ ശരിയായി പറയാനായി സാധിക്കുന്നതായിരിക്കും. ബാദ്ഷാ तो बीरबल के उत्तरों से संतुष्ट हो गया. മഹാരാജാവ് ബീർബലിന്റെ ഉത്തരങ്ങൾ കൊണ്ട് സന്തുഷ്ടനായി. അതായത് മഹാരാജാവിന് ബീർബലിന്റെ ഉത്തരങ്ങൾ കേട്ടപ്പോൾ സന്തോഷമായി. लेकिन ख्वाजा साहब नाक बाई सिकोट कर बोले, ऐसे गोलमाल जवाबों से काम नहीं चलेगा जनाब.
എന്നാൽ ഖ്വാജ സാഹിബ് മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള കുഴപ്പം പിടിച്ച ആൻസറുകൾ കൊണ്ട് കാര്യം നടക്കുകയില്ല ജനാബ്. ബീർബൽ ബോലെ, ഏസി സവാലോം കെ ഏസേ ഹി ജവാബ് ഹോത്തേ ഹേ. ബീർബൽ പറഞ്ഞു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള മറുപടി തന്നെയാണ് പറയാൻ പറ്റുക. പെഹലെ മേരി ജവാബോം കോ ഗലത് സാബിത് കീജിയെ. ആദ്യം നിങ്ങൾ എൻ്റെ ഉത്തരങ്ങൾ തെറ്റാണ് എന്ന് കാണിച്ചു തരൂ. തബ് ആകെ ബടേഗ. എന്നിട്ട് മുന്നോട്ട് പോവാം. ഖ്വാജ സാഹിബ് സെ ഫിർ കുച്ച് ബോൾത്തെ നഹി ബന. ഖ്വാജ സാഹിബിന് പിന്നീട് ഒന്നും പറയാനായി കഴിഞ്ഞില്ല. ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ എൻ്റെ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്